സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് എൻ അജയനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ച കലയുടെ ചില കാര്യങ്ങൾ, ചില കലാപരമായ ചില പ്രവൃത്തികൾ, പ്രത്യേകിച്ച് പടം വരയ്ക്കുന്ന, അങ്ങനെ പറയാം, ആ കാര്യം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് പണ്ടേ ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വള്ളിക്കാവ് എൻ്റെ ജന്മസ്ഥലം വള്ളിക്കാവാണ്. വള്ളിക്കാവ് കേന്ദ്രീകരിച്ച് ഞാനൊരു 3 വർഷം മുമ്പ് 2022 ഞാനൊരു ആർട്ട് സ്കൂൾ, എസ്മോ ആർട്ട് സ്കൂൾ എന്ന പേരിൽ ഒരു ആർട്ട് സ്കൂൾ സ്ഥാപിച്ചു. അതിനുള്ള കാരണം, ഈ എസ്മോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു 2 അക്ഷരമാണ്. എസ് മോഹൻ എന്നുള്ള പേരിൻ്റെ ചുരുക്കെഴുത്താണ് എസ്മോ എന്നുള്ളത്. എൻ്റെ മരണപ്പെട്ട അളിയനാണ്. എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചി ഇപ്പോൾ സ്ഥലത്തില്ല. ചേച്ചിയുടെ ഏക സഹോദരിയാണ് എൻ്റെ. ചേച്ചിയുടെ ഭർത്താവായിരുന്നു. പെട്ടെന്ന് പുള്ളിയാണ് എൻ്റെ ഈ എല്ലാ കാര്യത്തിനും, ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാപരമായ പ്രവർത്തനത്തിനും എല്ലാം എനിക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ആർട്ട് സ്കൂൾ തുടങ്ങണം, അതിനുവേണ്ടി ഒരു പേരിങ്ങനെ തപ്പി, അതിനെപ്പറ്റിയൊക്കെ പുള്ളി ഇങ്ങനെ, എൻ്റെ ചേച്ചി അവിടെ സ്കൂളിലെ ഒരു HM ആയിരുന്നു. എൻ്റെ നാട്ടിലെ സ്കൂളിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ, ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ ചേച്ചി പെൻഷനാകുമ്പം ഒരു ആക്ടിവിറ്റി വേണമല്ലോ. അപ്പോൾ അവിടെ ഒരു ആർട്ട് അക്കാഡമി സ്ഥാപിച്ചിട്ട് ചേച്ചിക്കൊരു കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ, കാര്യം ചേച്ചി എന്നെ സംബന്ധിച്ച് ചേച്ചി ചെറുപ്പം മുതലേ പുസ്തക വായന അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചേച്ചിയാണ് എനിക്ക് ഈ ചെറുപ്പത്തിൽ കോളേജ് പഠിക്കുമ്പോൾ അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് പോലും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ കിട്ടാത്ത ടെക്സ്റ്റ് ബുക്കൊക്കെ പകർത്തി എഴുതി അതിനൊരു കവർ ഡിസൈൻ ചെയ്യുക എന്നുള്ള, അങ്ങനെയാണ് ഞാൻ ഈ കവർ ഡിസൈൻ, എൻ്റെ ആദ്യത്തെ കവർ ഡിസൈനൊക്കെ അങ്ങനെയായിരുന്നു. ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പം ടെക്സ്റ്റ് ബുക്കുകൾ, അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പകർത്തി എഴുതിയെടുക്കണം ഈ വിലയുള്ള പുസ്തകങ്ങളൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ പകർത്തി എഴുതിയിട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് പകർത്തി എഴുതി അതൊരു കുത്തി കൈ കൊണ്ട് തുന്നിക്കെട്ടി പുസ്തകമാക്കും. അപ്പോൾ അതാണ് ചേച്ചി എന്നെ സംബന്ധിച്ച് പുസ്തകങ്ങളും പുസ്തകത്തിൻ്റെ ലോകമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത് ചേച്ചിയാണ്. അപ്പം ആ ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ മേഖല, എൻ്റെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ ചിത്രകാരനാണെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ചതിന് ശേഷം, അന്ന് അത് കോളേജായിട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഡിഗ്രി അല്ല, ഇപ്പോഴും അവിടെ ഡിഗ്രി കോഴ്സാണ്, ഞങ്ങൾ പോസ്റ്റ് ഡിപ്ലോമയാണ്, 5 വർഷത്തെ കോഴ്സ്. ഇവർക്കൊക്കെ അറിയാം അതിനെപ്പറ്റി. അപ്പം ഞാനത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും പോലെ ഇങ്ങനെ ഫ്രീലാൻസ് കറങ്ങി നടക്കുക. ഞങ്ങൾ അങ്ങേറ്റം പോകുന്ന ചോഴമണ്ഡലം വരെ പോകും, മദ്രാസിലെ ചോഴമണ്ഡലം. എൻ്റെ ബാച്ചിലുള്ള പലരും അങ്ങനെ ചോഴമണ്ഡലം ഒക്കെ കറങ്ങുക, അവരുടെ കൂടെ കറങ്ങുക. ഇങ്ങനെ കറങ്ങി ഞാൻ എത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ DC ബുക്സിലാണ്, കോട്ടയത്ത് വന്നു. സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ DC കിഴക്കേമുറി സാറിനെ ചെന്ന് കാണുന്നു, എൻ്റെ വർക്കൊക്കെ കാണിക്കുന്നു. അപ്പോൾ സാറ് ഇതെല്ലാം കണ്ടിട്ട് വർക്കിനെ പറ്റിയൊന്നും പറഞ്ഞില്ല, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഈ കൃത്യത, അതാണ് സാറിനെ സംബന്ധിച്ച്. സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ആർക്കും DC കിഴക്കേമുറിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു വടവൃക്ഷം എന്ന് പറയാം. അത് ഏത് മേഖല എടുത്താലും എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അക്ഷരനഗരിയിൽ ഇവിടുത്തെ ഒരു സാംസ്കാരിക പരിസരം കെട്ടിപ്പടുക്കുന്നതിൽ കോട്ടയത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് വലിയൊരു വടവൃക്ഷം എന്ന് പറയാം. അതിലൊക്കെ ഒരു കൂട് കൂട്ടിയ ഒരു കൊച്ചു കിളിയെപ്പോലുള്ള ഒരു സ്ഥാനം എനിക്കുള്ളൂ, ഒരു ചെറിയൊരു കൂട് കൂട്ടി. അതിപ്പോഴും ഒരു 25-30 വർഷമായിട്ട് തുടരുന്നു. അതിനുശേഷം രവി സാറ് സ്ഥാപനത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. അതിനുശേഷം അത് വലിയൊരു കമ്പനിയായി മാറി. എങ്കിലും ഞാൻ അതിനെ ചുറ്റി ധാരാളം കവർ ഡിസൈനുകൾ, പിന്നെ എന്നെ സംബന്ധിച്ച് ഈ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുക എന്നുള്ള വലിയൊരു, തകഴിയൊക്കെ വരുമ്പോൾ തകഴിയുടെ കയ്യെ പിടിച്ച് നടക്കുക, പൊൻകുന്നം വർക്കി, കാക്കനാടൻ, അങ്ങനെയൊക്കെയുള്ളവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുക. അതെന്നെ സംബന്ധിച്ച് അന്നൊന്നും സെൽഫി എന്നുള്ള കാലമല്ല, അങ്ങനെയാണ് ഇഷ്ടംപോലെ സെൽഫികൾ എനിക്കെടുത്ത് സൂക്ഷിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ വരുന്നത്. അപ്പോൾ ഈ കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷിംഗ് കമ്പനിയിലെ ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ പുസ്തകങ്ങൾ, ഈ കയ്യെഴുത്ത് പ്രതികളൊക്കെ നേരിട്ട് വായിക്കുക, ആനന്ദ്, OV വിജയൻ, അവരുടെയൊക്കെ കയ്യെഴുത്ത് പ്രതികൾ നേരിട്ട് വായിക്കുക, നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത്. കാര്യം നമ്മളവിടെ അതിനായിട്ട് ഇരിക്കുക, ഇരുന്ന് വായിച്ച് അത് വ്യാഖ്യാനിച്ച് ചിലപ്പം അത് പല രീതിയിൽ വായിക്കും. ചിലപ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വായിക്കും, നടുക്കുന്ന് വായിക്കും, ഫ്രണ്ടിൽ നിന്ന് തിരിച്ച് വായിക്കും. അല്ലാതെ അടുക്കം ചിട്ടയുള്ളൊരു വായനയല്ല. എന്നെ സംബന്ധിച്ച് പുസ്തകങ്ങൾ ഞാൻ പ്രത്യേക രീതിയിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ വായിക്കുന്നത്, അല്ല ആസ്വാദനത്തിന് വേണ്ടി ഞാൻ ഒരു പുസ്തകവും ഇതുവരെ വായിച്ചിട്ടില്ല.
അപ്പം ഈ തൊഴിൽപരമായ ആവശ്യത്തിന് വേണ്ടി പുസ്തകം വായിക്കുന്നു, അങ്ങനെ ധാരാളം വായിക്കുന്ന ഒരു ശീലവും കൂടെ വളർത്തിയെടുത്തു. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ആ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇന്ന് ഈ അവസ്ഥയെ എത്തി നിൽക്കുന്നു. കൂടുതൽ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പുകളുണ്ട്, അത് പറയേണ്ട കാര്യമില്ല, ഇവിടെ പ്രസക്തമല്ല. അങ്ങനെ ഞാൻ പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു 4 വർഷം മുമ്പ് എനിക്കൊരു ബോഡി പെയിൻ, ഈ കോവിഡ് സമയത്ത് എനിക്കൊരു ബോഡി പെയിൻ ഉണ്ടായി. ഇങ്ങനെ ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഉണ്ടായി. ചെക്ക് ചെയ്ത് അവസാനം അത് ക്യാൻസറാണെന്ന് കണ്ടെത്തി. അത് 4th സ്റ്റേജാണെന്നും കണ്ടെത്തി. അങ്ങനെ ഞാനൊരു കഴിഞ്ഞ ഒരു 3-4 അതായത് 2019 ശേഷം 2020 ലോക്ക്ഡൗൺ ടൈമിലാണ് എനിക്കും ഇതായത്. ഞാനങ്ങനെ കിടപ്പിലായി, ചികിത്സിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ഈ 4th സ്റ്റേജ് ഇതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഇത് തോന്നലിൽ നിന്ന് ഞാനിങ്ങനെ പറയും. എപ്പോഴും എനിക്കിങ്ങനെ ഓരോ സ്കെച്ചുകളൊക്കെ ചെയ്യുക, ഇങ്ങനെ കൈയൊന്നും വയ്യ, കൈയൊക്കെ നീര് കൊണ്ട് വളഞ്ഞ് തൂങ്ങിയൊക്കെ ഇരിക്കുക. അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഞാൻ റിക്കവർ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഇതൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ കലാപരമായിട്ടുള്ള ഒരു സ്വപ്നം മാത്രമാണ്. ഈ പ്രവൃത്തിയേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ച് അതൊരു സ്വപ്നമായിട്ടാണ് ഇത് എൻ്റെ ഉള്ളിലെ വർക്ക് ചെയ്യുന്നത്, ഒരാഗ്രഹങ്ങളാണ്. അപ്പം ആഗ്രഹങ്ങൾ നമ്മൾ സഫലമാക്കാനായിട്ട് നമ്മൾ പ്രവൃത്തി പല രീതിയിലാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതും. അപ്പം ഞാൻ കാര്യങ്ങൾ നീണ്ടു പോകുന്ന ഇപ്പോൾ അധ്യക്ഷൻ ഇവിടെ എത്തുമായിരിക്കും, ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷനെയാണ് നമ്മളിപ്പം വെച്ചേക്കുന്നത്. പിന്നെ കോമ്പയറിങ്ങിനൊന്നും ഇവിടെ നമ്മൾ കോമ്പയറിങ്ങൊന്നും ആദ്യകാലത്ത് നമുക്ക് ശീലമില്ല. ഈ കോമ്പയറിങ്ങൊന്നും ഈയിടെ വന്നതാണ്. അപ്പോൾ കോമ്പയറിങ് ചെയ്യാതെ തന്നെ കോമ്പയറിങ്ങിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട്, അപ്പോൾ അതാണ് ഈ ഓരോരുത്തരും ഇപ്പം ഞാൻ ആ സ്വാഗതം പറയുന്നെങ്കിലും ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതാണ്. അങ്ങനെ ഞാൻ വള്ളിക്കായി തുടങ്ങിയ സ്ഥാപനം 3 വർഷമായിട്ട് വിജയകരമായിട്ട് നടത്തുന്നു. അവിടെ നമ്മൾ വാർഷിക പരിപാടിയൊക്കെ നടത്തി, എക്സിബിഷൻ നടത്തി, ശങ്കർ മെമ്മോറിയൽ മ്യൂസിയത്തിൽ വെച്ച് നമ്മൾ 1ാം വാർഷികം ആഘോഷിച്ചു. അപ്പോൾ അങ്ങനെ തുടർന്ന് പോകവെയാണ് ഇവിടെ കോട്ടയത്തൂടെ, ബാക്കിയുള്ള ദിവസങ്ങളിലെ കോട്ടയത്തൂടെ ഒരു ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ തലവനാട്ടില്ലത്തെ തിരുമേനിയെ വന്ന് കണ്ടപ്പോൾ തിരുമേനി അതിനെന്താ ഇത് വേണ്ട സൗകര്യം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമായത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പാലത്തിൻ്റെ ഇവിടെ ഒരു റെയിൽവേ പാലമുണ്ട്, ഈ നാഗമ്പടം റെയിൽവേ പാലം. അപ്പോൾ അതേലെ ഗ്രാഫിറ്റി ചിത്രീകരണം നടത്താനുള്ള ഒരു ആലോചനയുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ ഉള്ള ട്രെയിനിങ്, അതിനുള്ള ഒരു അടിത്തറ എന്നുള്ള രീതിയിലാണ് ഈ സ്ഥാപനം ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ സൗജന്യ വിദ്യാഭ്യാസമാണ് ഇവിടെ, ആർക്കും ഫീസ് വാങ്ങിച്ചുകൊണ്ട് അല്ല, നമ്മൾ സൗജന്യമായിട്ടാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കലാകാരന്മാരെ പുറത്തുനിന്ന് കൊണ്ടുവരാനും അവരുമായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാനും നാട്ടുകാർക്ക്, ഈ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചിത്രകല അഭ്യസിക്കാനൊക്കുന്ന രീതിയിലുള്ള മുതിർന്ന പൗരന്മാർക്കും ചിത്രകല അഭ്യസിക്കാനുള്ള ഒരു സൗകര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പല പല കാര്യങ്ങളുണ്ട്, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇപ്പോഴത്തെ കടമയെന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുക എന്നുള്ളത്. അപ്പോൾ അധ്യക്ഷനാണ് ഞാൻ സ്വാഗതം പറയേണ്ടി വരുന്നത്. അധ്യക്ഷൻ താണ്ട് ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ഫോൺ അധ്യക്ഷൻ്റെ ആണ്. താൽക്കാലികമായിട്ടുള്ളൊരു അധ്യക്ഷനെയാണ് നിയമിച്ചത്, പാർത്ഥസാരഥി വർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാല്യകാല സുഹൃത്ത്. ഞാൻ ആ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഒരു 18-20 വയസ്സ് മുതൽ ഒരു ഉദ്ദേശം ഒരു 35 വർഷമായിട്ട് ഞങ്ങൾ സൗഹൃദം പങ്കുവെക്കുന്നവരാണ്. ഈ പാർത്ഥസാരഥി വർമ്മ രാജാരവിവർമ്മയുടെ കൊച്ചുമോൻ്റെ മോനെന്ന് വേണേൽ പറയാം. വേണമല്ല, അതെ, രാമവർമ്മ രാജയുടെ മകൻ്റെ മകനാണ്. അപ്പോൾ ഈ കോളേജിൻ്റെയൊക്കെ സ്ഥലം കൊടുത്ത് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സ്ഥലമാണ്. ഞങ്ങൾ ആ കളപ്പുരയിലൊക്കെ കിടന്നാണ് പടം വരച്ച്. അവരുടെ കുളവും ഇതുപോലൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഈ പഴയ ഇപ്പം ആ ഇതൊക്കെ മാറി, ആ ബിൽഡിങ്ങിൻ്റെയും റോഡിൻ്റെയൊക്കെ രീതികൾ മാറിയെങ്കിലും ഒരു 25-30 വർഷം മുമ്പുള്ള മാവേലിക്കര എന്ന് പറഞ്ഞാൽ അവരുടെ കുളപ്പുരയിൽ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടെ അവിടെ കിടന്ന് വർക്ക് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞിട്ട് ഇപ്പം വർമ്മ മറ്റൊരു ലെവലിലേക്ക്, വർമ്മയ്ക്ക് പലവിധ ആക്ടിവിറ്റികളുണ്ട്. ചിത്രകാരനാണ്, പിന്നെ പൊളിറ്റിക്സിലെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ രംഗങ്ങളിലെ വർമ്മയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എനിക്ക് ആ വർമ്മയ്ക്ക് ഈ രീതിയിൽ സ്വാഗതം പറയേണ്ടി വരുമെന്ന് ഞാൻ ആ മനസ്സിൽ വിചാരിച്ച കാര്യമല്ല. വർമ്മ അവിടെ നിന്ന് കാറിൽ വരുന്നു, ഇവിടെ സമീപത്തായിട്ട് എത്തിയെന്ന് പറയുന്നത്, എപ്പോഴേ എത്തിയെന്ന് പറയുന്നതാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഡ്രൈവർ ഇതുവരെ എന്നോട് പറഞ്ഞില്ലൊന്നും. വർമ്മയാണ് പറയുന്നത്. വർമ്മ എത്തുമായിരിക്കും ഉടനെ. അപ്പം ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് രവി ഡി സി സാറാണ്. രവി ഡി സി സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കോട്ടയത്തും കേരളത്തിലോ അല്ലെ കേരളത്തിന് പുറത്തോ ഒരു പബ്ലിഷർ എന്നുള്ള രീതിയില്ല, ഒരു നമ്പർ 1
പബ്ലിഷർ ഇൻ ഇന്ത്യ അല്ലെ ഏഷ്യ എന്ന് തന്നെ വേണേൽ പറയാനൊക്കെ ആയിരിക്കും. റീജിയണൽ ലാംഗ്വേജിൽ ഇത്രയധികം പുസ്തകം ഇറക്കുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനി മറ്റ് ഒന്നും കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദേശീയ ഭാഷയിൽ മറ്റോ ഇതൊക്കെ കാണുമായിരിക്കും, ഇംഗ്ലീഷിലൊക്കെ വേറെ കാണുമായിരിക്കും. എങ്കിലും പ്രാദേശിക ഭാഷകളില്ല, മലയാളം തന്നെയാണ് മുൻനിരയിൽ. മുൻനിരയിൽ നിൽക്കുന്ന പ്രസാധന സ്ഥാപനമായ DC ബുക്സിൻ്റെ സാരഥി രവി സാറിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് മുഖ്യപ്രഭാഷണം മനോജ് കുറൂറാണ്. മനോജ് കുറൂറിനെ ഈ കൂട്ടത്തിലുള്ള ആരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. മനോജ് കുറൂർ കവി, നോവലിസ്റ്റ് എന്നൊക്കെ വെക്കണമെന്നാണ് മനോജ് പറഞ്ഞത് ഇതിനകത്ത് പേരിൻ്റെ കൂടെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മനോജ് ചെണ്ട വായിക്കുന്നത്. ചെണ്ട നന്നായിട്ട് വായിക്കുക, അതാണ് മനോജിൻ്റെ അടിത്തറയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ആ ചെണ്ടയുടെ ശബ്ദത്തിന് താഴെയാണ് മനോജിൻ്റെ ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും. അതിനകത്ത് ഏത് രീതിയിലും ഏത് താളത്തിലും ഏത് ശ്രുതിയിലും ഏത് താളത്തിലും മനോജിന് സാഹിത്യമായാലും സാഹിത്യത്തിലെ തന്നെ കവിത, വൈജ്ഞാനിക സാഹിത്യം. ഞാനിപ്പം വീട്ടിൽ ചെന്നപ്പം പതഞ്ജലിയെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു സംസ്കൃതത്തിൽ. അത് നോവലും കവിതയായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ടാബ്ലറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫാക്ടറി പോലെ ഭയങ്കര ഈ വലിപ്പമുള്ള ഒരു ലൈബ്രറിയുടെ നടുക്ക് ഇങ്ങനെ വലിയൊരു, ഞാൻ ആലോചിച്ചു ഈ ഒരു സാഹിത്യകാരൻ നമ്മൾ വിചാരിച്ചത് ഒരു സിനിമാ പോസ്റ്റർ വലിച്ചു കയറി അതിൻ്റെ ബാക്കിൽ എഴുതുന്നതാണ് സാഹിത്യകാരനെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഈ അയ്യപ്പനൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തെറുപ്പിനൊക്കെ ഈ പരിപാടി നോട്ടീസ്, ബിഗ് നോട്ടീസൊക്കെ സിനിമ നോട്ടീസിൻ്റെയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഇതെങ്ങനെയല്ലെന്നുള്ളത് മനസ്സിലാതെ വലിയൊരു ഫാക്ടറിയാണ് ഈ മനോജിൻ്റെ എഴുത്തുപെര എന്ന് പറഞ്ഞാൽ. വീടിൻ്റെ മുകളിൽ അത് ഒന്ന് കാണേണ്ട സംഭവം. അപ്പം അവിടെ ഓരോ സെക്ഷൻ ഈ സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയും കലയെ പറ്റിയുള്ള ഈ ആർട്ടിസ്റ്റുകളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ പുസ്തകങ്ങൾ മനോജിൻ്റെ കൈവശമുണ്ട്. അപ്പം ഇവിടെ വരുന്ന പഠിതാക്കൾക്ക് അതുമൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം കൂടെ മനോജ് ചെയ്തു തരുമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഇതൊന്നും കോട്ടയത്ത് അങ്ങനെ കിട്ടാത്ത കാര്യം, ഞാനെങ്ങും കാണാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നമുക്കൊരു റിസർച്ച് ലെവലിലേക്ക് ഉയർന്നു വരുമ്പം മനോജിൻ്റെ ആ ലൈബ്രറിയുടെ സഹായമൊക്കെ അഭ്യർത്ഥിക്കുന്നു. അപ്പം മനോജ് കുറൂറിനെ ഞാൻ ഇനി നീട്ടുന്നില്ല, അധ്യക്ഷൻ വന്നല്ലോ, ഇനി അധ്യക്ഷൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പം മനോജ് കുറൂറിന് സ്വാഗതം ആശംസിക്കുന്നു. പിന്നീടുള്ളത് നമ്മുടെ 2 പേരാണ്, ഗുരുതുല്യരായ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്. കേരളത്തിലെ ആധികാരികമായിട്ടുള്ള കലയെപ്പറ്റി സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തരായിട്ടുള്ള 2 പേരോ, അതായത് രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ പ്രിൻസിപ്പൽ മനോജ് വയലൂർ സാറിന് ഞാൻ സ്വാഗതം പറയുന്നു. സാറിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ അക്കാഡമിക് ഗാലറി നടക്കുന്നുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൂട്ടത്തിലുള്ളവർ ഇത് നമ്മൾ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കാണുന്നവർ 13-ാം തീയതി വരെ സാറിൻ്റെ എക്സിബിഷന് കണ്ടംപററി ഗാലറി അക്കാഡമിയുടെ DC ബുക്സിൻ്റെ ആ ഫ്രണ്ടിലുള്ള ബിൽഡിങ്ങിലുണ്ട്. അപ്പോൾ അത് കാണാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. 12 വരെ ഏപ്രിൽ 12 വരെ. അപ്പോൾ സാറിനെ കൂടുതൽ പരിചയപ്പെടാനും സാറിനെ മനസ്സിലാക്കാനും നിങ്ങൾ നേരെ പോവുക, എക്സിബിഷൻ കാണുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാറ് പ്രിൻസിപ്പളാണ്, രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ പ്രിൻസിപ്പളാണ്. സാറിന് സ്വാഗതം പറഞ്ഞോളൂ. പിന്നെ അടുത്തത് ടെൻസിംഗ് സാറാണ്. ടെൻസിംഗ് സാറ് രാജാ രവിവർമ്മ സെൻറ്റർ ഫോർ എക്സലൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. ഈ റിസർച്ചും ഈ PG കോഴ്സൊക്കെ നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ. അത് ഈ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിനോട് അനുബന്ധമായിട്ടുള്ള ഒരു പുതിയ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഡയറക്ടറാണ്, കണ്ടംപററി ആർട്ടിസ്റ്റാണ്. സാറിൻ്റെ എക്സിബിഷൻ ഇങ്ങനെ റീസെൻ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാറൊരു ഗാലറി, കുൻസ്റ്റ് ഗാലറി എന്നും പറഞ്ഞ് കൊച്ചിയിലെ കുൻസ്റ്റ് ഗാലറി കൊച്ചിൻ എന്ന് പറഞ്ഞ് ഉടനെ ഒരു ഗാലറി, അതായത് ഇന്ത്യയിലെ ഏറ്റവും പേരെടുത്ത ചിത്രകാരന്മാരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല സീരീസായിട്ട് എക്സിബിഷൻസ് സംഘടിപ്പിക്കുന്ന ഒരു ഗാലറി സാറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ. സാറ് എനിക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരുന്നതിൽ പ്രമുഖനാണ്. സാറാണ് എൻ്റെ ഒരു സിലബസൊക്കെ എങ്ങനെ രൂപീകരിക്കണം. സാറ് ഈ ഗവൺമെൻറ്റിൻ്റെ സിലബസ് കമ്മിറ്റി തന്നെ പരിഷ്കരിക്കുന്ന കൂട്ടത്തിലുള്ള 2 പേരാണ്, മനോജ് വയലൂർ സാറും ടെൻസിംഗ് സാറും. അപ്പോൾ അതുപോലുള്ളവരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ വരുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. കാര്യം എനിക്കത് അവരിൽ നിന്ന് പകർന്നിട്ട് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഉപദേശകനായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എനിക്ക് വേണ്ട ഉപദേശം തരുന്ന ടെൻസിംഗ് സാറിനെ ഞാൻ പ്രത്യേകം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു.
പിന്നീടുള്ളത് സജിത എസ് ശങ്കറാണ്. സജിത പ്രശസ്തയായ ചിത്രകാരി. സജിത ആർ ശങ്കർ. നോട്ടീസിനകത്ത് എൻഷ്യൽ ചേർക്കാൻ പറ്റിയില്ല, അതൊരു തെറ്റായിട്ട് ക്ഷമിക്കണം. അപ്പോൾ സജിത കോട്ടയംകാരിയാണ്, കുമാരല്ലൂർ സ്വദേശിയായിരുന്നു. പക്ഷേ കോട്ടയമായിട്ട് ഇപ്പം വലിയ ഇങ്ങോട്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പം സജിത ഇവിടെ വന്നത്. ഇവിടെ നാട്ടുകാരൊക്കെ ആയിട്ടൊന്ന് കാണണം, പിന്നെ 2 വാക്ക് സംസാരിക്കണം. സജിത പ്രശസ്തയാണ്, അതായത് അക്കാഡമി ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത് കേരള ലളിതകല അക്കാഡമി ഫെലോഷിപ്പ് കിട്ടി. പിന്നെ വിദേശങ്ങളിലെ പാരീസ്, ലണ്ടൻ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും എക്സിബിഷൻ നടത്തി. ഇങ്ങനെ ലോകത്താകെ കറങ്ങി നടന്ന് എക്സിബിഷൻ നടത്തുന്ന ഒരു ചിത്രകാരിയാണ്. ഇപ്പം യൂറോപ്പിലേക്ക് ഉടനെ പോകുമെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇതിനെ വിളിച്ചത്. ഉടനെ പോകുമെന്ന് പറയുന്നു. അപ്പം സജിതയ്ക്ക് എൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ വിജയകുമാർ സാർ, പി ജി വിജയകുമാർ സാറ് നല്ലൊരു വായനക്കാരനാണ്. ഈ പാലത്തിൻ്റെ വർക്കിനൊക്കെ എനിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരുന്ന ആളാണ്. നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, പിന്നെ അതിൻ്റെ എല്ലാം ഡയറക്ഷൻ സാറിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് ഉടനെ തുടങ്ങി. ഇതുപോലൊരു ചടങ്ങ് തന്നെ ഞാൻ ഉടനെ അവിടെ പാലത്തേല, അത് ഇതിനകത്ത് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവർ MP MLA ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. തികച്ചും അക്കാഡമിക്കലായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. പക്ഷേ നമുക്കൊന്നുകൂടെ വിപുലമായിട്ടൊരു ഇവൻറ്റ് അവിടെ സംഘടിപ്പിക്കും. അത് സാർ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ സാർ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ്, ഈ റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്ററാണ്. വിജയകുമാർ സാറിനെ ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ MS ദിലീപ് വരാവുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലാണ്. MS ദിലീപ് തീരുന്നതിന് മുമ്പായിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോരമയുടെ വീക്കിലിയുടെ പത്രാധിപരാണ്. പിന്നെ KR മീരയുടെ ഹസ്ബൻഡാണ്, ഭർത്താവാണ്. അപ്പോൾ KR മീര ഞാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ KR മീര എന്തോ കോഴിക്കോട് എന്തോ ഒരു നോവലിൻ്റെ ഇങ്ങനെ ഫിനിഷിങ് എഡിറ്റിങ്ങിലാണ്, കോഴിക്കോടാണ് താമസം. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഫ്ലോ പോകും, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ദിലീപ് വരാമെന്ന് സമ്മതിക്കുക. പകരമെന്നല്ല, ദിലീപിനെ ക്ഷണിച്ചു. അപ്പം ദിലീപ് എൻ്റെ പണ്ട് മുതലേ ഉള്ള സുഹൃത്താണ്. ദിലീപും ഞാനുമൊക്കെ ഏകദേശം ഒരേ കാലത്താണ് കോട്ടയത്ത് വന്നത്. ദിലീപ് മനോരമ, ഞാൻ ആ DC ബുക്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മീര, ദിലീപ്, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ഇപ്പോഴത്തെ സീനിയർ ജേർണലിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം അന്ന് കോട്ടയത്ത് വന്ന ഞാൻ ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസത്തിന് ശേഷം എത്തപ്പെട്ട ആൾക്കാർ. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. ദിലീപ് അന്ന് മുതലേ, ദിലീപിൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ കവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിലീപ് അന്ന് മുതലേ ഒരു സഹോദര തുല്യമായ സ്നേഹം എന്നോട് കാണിക്കാറുണ്ട്. ഏത് കാര്യത്തിനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാര്യങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ദിലീപ് ഇനി വരും. ദിലീപിന് മുൻകൂട്ടി ഞാൻ സ്വാഗതം പറയുന്നു. പിന്നീടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ വാസുദേവൻ, എടാട്ടില്ലത്തെ പ്രതിനിധിയാണ്. അരുൺ കുമാരല്ലൂർ ക്ഷേത്രത്തിലെ മാനേജരാണ്. പിന്നെ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ധൈര്യത്തെ ചെയ്ത് എൻ്റേതുപോലെ ഏറ്റെടുത്ത് ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ട് എന്ത് വേണമല്ലോ എനിക്ക് എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം എല്ലാം അനുഭവിച്ചോളാൻ ആവശ്യപ്പെടുകയും എനിക്ക് അത്രയ്ക്ക് സ്നേഹിക്കുകയും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തരികയും ചെയ്ത അരുൺ വാസുദേവിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ കൃതജ്ഞത രേഖപ്പെടുന്നത് രമണനായിരിക്കും. എൻ്റെ സുഹൃത്ത്, ഇവിടെയുള്ള ഒരു സുഹൃത്താണ്, ഒരു ചിത്രകാരനാണ് അദ്ദേഹം. ഇത്രയും പേരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ യോഗത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ പാർത്ഥസാരഥി വർമ്മയെ ഏൽപ്പിക്കുന്നു. പിന്നെ നാട്ടുകാരായിട്ടുള്ളവർ, കലാസ്നേഹികൾ, അത് ആദ്യമേ പറഞ്ഞ സംബോധന ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള അവർക്ക് കലാസ്നേഹികൾ, പിന്നെ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് ലൈവായിട്ട് ഒരുപാട് പേര് കാണുന്നുണ്ടോയെന്നറിയാം. പിന്നെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അങ്ങനെയുള്ള എല്ലാവർക്കും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കൂടെ. പിന്നെ ഈ നാടിൻ്റെ ഒരു കലാസംസ്കാരം, ഒരു മനുഷ്യ വ്യവഹാരങ്ങളുടെ സാംസ്കാരിക പരിസരം സൃഷ്ടിക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ ടാഗ് ലൈൻ. സാംസ്കാരിക പരിസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അല്ലാതെ വെറും പടം വരയുടെ ടെക്നിക്ക് പഠിപ്പിച്ച് അതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടൊരു പരിസരം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അതിനകത്ത് ചേർന്ന് പോയിട്ട് ഒരു പുതിയ ഹാർമണി, എല്ലാവരും കൂടെ ചേർന്ന ഒരു സംസ്കാരത്തിൻ്റെ പുതിയൊരു കലയായിട്ട് ബന്ധപ്പെട്ട ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കോട്ടയമാണ് അതിന് പറ്റിയ മണ്ണ്, അതാണ്. അത് രൂപപ്പെടുത്താൻ
കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും എനിക്ക് 4 ചുറ്റിനും കിട്ടുന്നുണ്ട്. എനിക്ക് ഒന്നിനും ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഈ നാട്ടുകാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും എല്ലാവരിൽ നിന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.